എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഏറെ ആകാംക്ഷ നിറഞ്ഞ അഗ്നിശലഭങ്ങൾ എന്ന ഈ ക്യാമ്പസ് പ്രണയകഥയുടെ അവസാന ഭാഗമാണ്. അധ്യായം 6. അഗ്നിശലഭത്തിന്റെ ഉദയം. അഭിമന്യു ജയിലിലായതോടെ കോളേജിൽ ഒരു താത്കാലിക ശാന്തത കൈവന്നു. മീര ഇപ്പോൾ പഴയ മീരയല്ല. ക്യാമ്പസിലെ ഓരോ വിദ്യാർത്ഥിയും അവളെ ബഹുമാനത്തോടെയാണ് നോക്കുന്നത്. പ്രൊഫസർ മേനോന്റെ സഹായത്തോടെ അവൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അച്ഛൻ രാഘവൻ പതുക്കെ സുഖം പ്രാപിച്ചു വരുന്നു. സിദ്ധാർത്ഥ് എപ്പോഴും ഒരു നിഴൽ പോലെ മീരയ്ക്ക് കൂട്ടിരുന്നു. പക്ഷേ ആ ശാന്തതയ്ക്ക് പിന്നിൽ ഒരു വലിയ കൊടുങ്കാറ്റ് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ജയിലിനുള്ളിൽ കിടന്നും അഭിമന്യു തന്റെ കരുക്കൾ നീക്കുന്നുണ്ടായിരുന്നു. അവന്റെ അച്ഛൻ പ്രമുഖ വ്യവസായിയായ വിശ്വനാഥൻ തന്റെ സ്വാധീനം ഉപയോഗിച്ച് മകനെ പുറത്തിറക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. എന്റെ മകനെ തൊട്ട ആ പെൺകുട്ടി ഇനി സമാധാനമായി ഉറങ്ങില്ല, വിശ്വനാഥൻ ശപഥം ചെയ്തു. 3 മാസങ്ങൾക്ക് ശേഷം ഒരു തിങ്കളാഴ്ച രാവിലെ കോളേജ് ഗേറ്റിന് മുന്നിൽ വീണ്ടും ആ കറുത്ത SUV വന്നു നിന്നു. എല്ലാവരും സ്തംഭിച്ചുപോയി. കാറിൽ നിന്ന് ഇറങ്ങി വന്നത് അഭിമന്യു ആയിരുന്നു. പക്ഷെ പഴയ അഭിയല്ല ഇത്. മുടി വെട്ടി ഒതുക്കി, താടി നീട്ടി, കണ്ണുകളിൽ ഭയാനകമായ ഒരു തണുപ്പുമായി അവൻ നടന്നു വന്നു. അവൻ നേരെ മീരയുടെ അടുത്തേക്ക് നടന്നു. ക്യാമ്പസ് മുഴുവൻ ശ്വാസമടക്കി പിടിച്ചു നിന്നു. മീരയുടെ മുന്നിൽ വന്ന് അവൻ നിന്നു. മിസ് ചെയ്തോ മീരെ? അവൻ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അവന്റെ വാക്കുകളിൽ പഴയ ദേഷ്യമില്ലായിരുന്നു, പകരം വല്ലാത്തൊരു ഗൗരവമായിരുന്നു. ഞാൻ വരുന്നത് പഴയ കണക്കുകൾ തീർക്കാനല്ല, പുതിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനാണ്. അതിൽ നിനക്കും ഒരു സ്ഥാനമുണ്ടാകും. അവൻ ചിരിച്ചുകൊണ്ട് നടന്നുപോയി. ആ ചിരിമീരയെ ഭയപ്പെടുത്തി. അഭിമന്യു നേരിട്ടുള്ള അക്രമം നിർത്തി. പകരം അവൻ സൈക്കോളജിക്കൽ വാർ തുടങ്ങി. കോളേജിലെ ഡിജിറ്റൽ സ്ക്രീനുകളിലും സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും മീരയെക്കുറിച്ചുള്ള മോശമായ വാർത്തകൾ പടരാൻ തുടങ്ങി. അവളുടെ പഠനത്തെ സഹായിക്കുന്നത് സിദ്ധാർത്ഥല്ലെന്നും അതിന് പിന്നിൽ വലിയൊരു അഴിമതിയുണ്ടെന്നും വാർത്തകൾ പ്രചരിച്ചു. മീരയുടെ സ്കോളർഷിപ്പ് റദ്ദാക്കാനുള്ള നീക്കങ്ങൾ നടന്നു. അബി, നീ എന്തിനാണിത് ചെയ്യുന്നത്? നേരിട്ട് വാ, മീര അവനെ വെല്ലുവിളിച്ചു. നേരിട്ട് വന്നാൽ നീ ജയിക്കും മീരെ, പക്ഷെ ഇത് ബുദ്ധിയുടെ കളിയാണ്. നിന്റെ അന്തസ്സ് ഓരോ ദിവസവും ഞാൻ ഇല്ലാതാക്കും. നിന്റെ അച്ഛൻ നിന്നെ ഓർത്ത് ലജ്ജിക്കുന്ന ഒരു ദിവസം വരും, അഭിശാന്തനായി മറുപടി നൽകി. മീര തളരുമ്പോൾ സിദ്ധാർത്ഥ് അവളെ ആശ്വസിപ്പിച്ചു. പക്ഷേ സിദ്ധാർത്ഥിന്റെ പെരുമാറ്റത്തിൽ മീരയ്ക്ക് ചില സംശയങ്ങൾ തോന്നി. അവൻ രാത്രികാലങ്ങളിൽ ആരെയാണ് കാണാൻ പോകുന്നത്? അവന്റെ കയ്യിൽ എപ്പോഴും അത്യാധുനികമായ ഗാഡ്ജറ്റുകൾ എവിടെ നിന്ന് വരുന്നു? ഒരു രാത്രി മീര അവനെ പിന്തുടർന്നു. നഗരത്തിലെ ഒരു രഹസ്യ ഓഫീസിൽ സിദ്ധാർത്ഥ് ഇരിക്കുന്നത് അവൾ കണ്ടു. അവിടെയുള്ള കമ്പ്യൂട്ടറുകളിൽ അഭിമന്യുവിന്റെ കമ്പനിയുടെ രഹസ്യരേഖകൾ ഉണ്ടായിരുന്നു. സിദ്ധു, നീ ആരാണ്? മീര ഞെട്ടലോടെ ചോദിച്ചു. സിദ്ധാർത്ഥ് പതുക്കെ എഴുന്നേറ്റു. മീര, ഞാൻ വെറുമൊരു വിദ്യാർത്ഥിയല്ല. അഭിമന്യുവിന്റെ അച്ഛൻ വിശ്വനാഥൻ തകർത്ത ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. എന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തത് ഇവർ കാരണമാണ്. അഭിയെ തകർക്കാൻ ഞാൻ ഈ കോളേജിൽ വന്നതാണ്. നിന്നെ ഞാൻ ഉപയോഗിക്കുകയല്ലായിരുന്നു. നിന്റെ പോരാട്ടം എനിക്ക് ആവേശം തന്നു. മീരയും സിദ്ധാർത്ഥും ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചു. കോളേജ് വാർഷിക ദിനത്തിൽ വിശ്വനാഥൻ അതിഥിയായി എത്തി. തന്റെ മകനെ പ്രശംസിക്കാനും മീരയെ അപമാനിക്കാനുമായിരുന്നു അവന്റെ പ്ലാൻ. പക്ഷേ മീരയും സിദ്ധാർത്ഥും തയ്യാറെടുത്തിരുന്നു. സ്റ്റേജിൽ കയറിയ മീര മൈക്കെടുത്തു. അധികാരവും പണവും കൊണ്ട് സത്യത്തെ മൂടിവെക്കാം എന്ന് കരുതുന്നവർ ഇത് കാണുക. പിന്നിലെ വലിയ സ്ക്രീനിൽ വിശ്വനാഥനും അഭിമന്യുവും ചേർന്ന് നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകളുടെയും ക്രിമിനൽ പ്രവർത്തനങ്ങളുടെയും തെളിവുകൾ ഓരോന്നായി തെളിഞ്ഞുവന്നു. സിദ്ധാർത്ഥ് ഹാക്ക് ചെയ്തെടുത്ത രേഖകളായിരുന്നു അത്. സദസ്സ് ഇളകിമറിഞ്ഞു. പോലീസ് ഹാളിനുള്ളിലേക്ക് കയറി. വിശ്വനാഥന്റെ മുഖം വിളറി. അഭിമന്യു മീരയെ നോക്കി. അവന്റെ കണ്ണുകളിൽ ആദ്യമായി ഭയം കണ്ടു. ഇത് എന്റെ മാത്രം പോരാട്ടമല്ല അഭിമന്യു, നീ തകർത്ത ഓരോ കുടുംബത്തിനും വേണ്ടിയുള്ളതാണ്. മീര ഗർജിച്ചു. വിശ്വനാഥൻ അറസ്റ്റിലായി. അഭിമന്യുവിന് കോളേജിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. ഇത്തവണ അവന് തിരിച്ചു വരാൻ ഒരു സാമ്രാജ്യവും ബാക്കിയുണ്ടായിരുന്നില്ല. അഭിമന്യുവിന്റെ തകർച്ചയ്ക്ക് ശേഷം ക്യാമ്പസിൽ മീര തനിച്ചായിരുന്നില്ല. സിദ്ധാർത്ഥ് എപ്പോഴും അവൾക്ക് ഒരു നിഴലായി കൂടെയുണ്ടായിരുന്നു. ലൈബ്രറിയിൽ ഇരിക്കുമ്പോഴും വൈകുന്നേരങ്ങളിൽ ക്ലാസ് കഴിഞ്ഞു നടക്കുമ്പോഴും അവരുടെ ഇടയിൽ മനോഹരമായ ഒരു മൗനം നിലനിന്നിരുന്നു. ഒരു വൈകുന്നേരം കോളേജ് കുന്നിൻ മുകളിലിരിക്കുമ്പോൾ മീര ചോദിച്ചു, സിദ്ധു, നീ എന്തിനാണ് എനിക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെടുന്നത്? നിന്റെ ലക്ഷ്യം വിശ്വനാഥനെ തകർക്കുക എന്നതായിരുന്നില്ലേ? അത് കഴിഞ്ഞല്ലോ. സിദ്ധാർത്ഥ് ദൂരേക്ക് നോക്കി പതുക്കെ പറഞ്ഞു. ആദ്യം അതായിരുന്നു ലക്ഷ്യം മീര. പക്ഷെ നിന്നെ കണ്ടുമുട്ടിയപ്പോൾ, നിന്റെ പോരാട്ടം കണ്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ നിന്റെ ഉള്ളിൽ കാണാൻ കഴിഞ്ഞു. നിന്റെ ചിരി കാണുമ്പോഴാണ് എന്റെ ഉള്ളിലെ ആ പഴയ മുറിവുകൾ ഉണങ്ങുന്നത്. സത്യത്തിൽ വിശ്വനാഥനെ തകർത്തതിനേക്കാൾ സന്തോഷം നിന്നെ സംരക്ഷിക്കുമ്പോഴാണ് എനിക്ക് ലഭിക്കുന്നത്. ആ വാക്കുകളിൽ പ്രണയത്തിന്റെ നനവുണ്ടായിരുന്നു. കോളേജ് കലോത്സവത്തിന്റെ തിരക്കിലായിരുന്നു എല്ലാവരും. മീര ഒരു കവിത ചൊല്ലാനായി സ്റ്റേജിൽ കയറി. അവൾ എഴുതിയത് തന്റെ അച്ഛനെക്കുറിച്ചും തന്നെ തളർത്താൻ നോക്കിയ ഇരുട്ടിനെക്കുറിച്ചുമായിരുന്നു.
കവിത അവസാനിപ്പിച്ചു താഴെ ഇറങ്ങുമ്പോൾ അവളുടെ കണ്ണു നിറഞ്ഞിരുന്നു. സിദ്ധാർത്ഥ് തിരക്കിനിടയിലൂടെ വന്ന് അവളുടെ കൈകൾ പിടിച്ചു. ആദ്യമായാണ് അവൻ അവളുടെ കൈകളിൽ തൊടുന്നത്. ആ സ്പർശനത്തിൽ മീരയുടെ ഉള്ളിലെ സങ്കടമെല്ലാം അലിഞ്ഞുപോയി. നീ കരയരുത് മീര. നിന്റെ ഓരോ തുള്ളി കണ്ണീരും മുത്തുകളാക്കി മാറ്റാനാണ് എനിക്കിഷ്ടം. അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു. ആ നിമിഷം അവർ പരസ്പരം തിരിച്ചറിഞ്ഞു. ഇത് വെറുമൊരു സൗഹൃദമല്ല, അതിനപ്പുറം എന്തോ ഒന്നാണെന്ന്. ഒരു പുതിയ പുലരി പോലെ അവൾ കോളേജിലേക്ക് നടന്നു. പക്ഷെ ഇന്ന് അവളുടെ കൂടെ നടക്കാൻ ഒരാളുണ്ട്, സിദ്ധാർത്ഥ്. ക്ലാസുകൾ കഴിഞ്ഞ് അവർ ലൈബ്രറിയുടെ പിന്നിലെ പഴയ മരച്ചുവട്ടിലിരുന്നു. മീര, ഇത്രയും കാലം ഞാൻ നിന്റെ നിഴലായിരുന്നു. പക്ഷേ ഇന്ന് നിന്റെ കൈകൾ കോർത്തുപിടിച്ച് നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ലോകം മുഴുവൻ എന്റെ കൈപ്പിടിയിലാണെന്നാണ്. സിദ്ധാർത്ഥ് അവളുടെ വിരലുകളിൽ പതുക്കെ ചുംബിച്ചു. മീരയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. സിദ്ധു, നീയില്ലാതെ എനിക്കൊരു നിമിഷം പോലും ചിന്തിക്കാൻ കഴിയില്ല. എന്റെ അച്ഛന്റെ കണ്ണീർ തുടച്ച നിന്റെ കൈകൾ എനിക്ക് ദൈവത്തെ പോലെയാണ്. മഴത്തുള്ളികൾ ഇലകളിൽ നിന്ന് അടർന്നു വീഴുമ്പോൾ ആ മരച്ചുവട്ടിൽ അവർ തങ്ങളുടെ പ്രണയത്തിന്റെ ആദ്യത്തെ കവിത രചിക്കുകയായിരുന്നു. സിദ്ധാർത്ഥ് അവളുടെ നെറുകയിൽ ചുംബിച്ചപ്പോൾ മീരയുടെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം അലിഞ്ഞുപോയി. അവധിക്കാലത്ത് മീര തന്റെ നാട്ടിലേക്ക് പോയി. സിദ്ധാർത്ഥിനെ കാണാത്ത ഓരോ നിമിഷവും അവൾക്ക് യുഗങ്ങൾ പോലെ തോന്നി. ഒരു രാത്രി നിലാവെളിച്ചത്തിൽ അവൾ മുറ്റത്ത് നിൽക്കുമ്പോൾ ഫോൺ അടിച്ചു. അത് സിദ്ധാർത്ഥായിരുന്നു. പുറത്തേക്ക് നോക്കൂ മീര, അവൻ മന്ത്രിച്ചു. അവൾ ഓടിച്ചെന്ന് ഗേറ്റ് തുറന്നു. അവിടെ ബൈക്കിൽ ചാരി സിദ്ധാർത്ഥ് നിൽക്കുന്നു. അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. നീ എന്തിനാ ഇത്ര ദൂരം വന്നത്? അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. നിന്റെ ശ്വാസം തൊട്ടടുത്തില്ലാതെ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല മീര. അവൻ അവളുടെ നെഞ്ചോട് ചേർത്ത് നിർത്തി. ആ രാത്രിയിൽ പാതിരാമഴ നനഞ്ഞുകൊണ്ട് അവർ ഗ്രാമത്തിലെ ഇടവഴികളിലൂടെ നടന്നു. ഓരോ ചുവടിലും പ്രണയത്തിന്റെ സുഗന്ധം നിറഞ്ഞു നിന്നു. പഠനം പൂർത്തിയാക്കി മീര റാങ്ക് ജേതാവായി മാറി. മീരയുടെ റാങ്ക് നേട്ടം ആഘോഷിക്കാൻ കോളേജിൽ വലിയൊരു പാർട്ടി ഒരുക്കിയിരുന്നു. സിദ്ധാർത്ഥ് ഒരു വെള്ള കുർത്ത ധരിച്ച് രാജകുമാരനെ പോലെ അവിടെ എത്തി. മീര മനോഹരമായ ഒരു കേരള സാരിയിലായിരുന്നു. എല്ലാവരുടെയും കണ്ണുകൾ അവർക്ക് മേലായിരുന്നു. പാർട്ടിക്കിടയിൽ സിദ്ധാർത്ഥ് മീരയെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. മൈക്കെടുത്ത് അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു, ഇവൾ എന്റെ വിജയമാണ്. ഇവളുടെ കണ്ണീരിനെ പുഞ്ചിരിയാക്കി മാറ്റുക എന്നതാണ് എന്റെ ജീവിത ലക്ഷ്യം. മീര, നീ എന്നെ വിവാഹം കഴിക്കുമോ? സദസ്സ് ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. മീരയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൾ അച്ഛൻ രാഘവനെ നോക്കി. അദ്ദേഹം പുഞ്ചിരിയോടെ തലയാട്ടി. മീര സിദ്ധാർത്ഥിന്റെ കൈപിടിച്ചു മറുപടി നൽകി. മരണം വരെ നിന്റെ തണലായി ഞാൻ ഉണ്ടാകും സിദ്ധു. ആ നിമിഷം കാമ്പസിലെ പ്രണയ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായമായി മാറി. വിവാഹത്തിന് ശേഷമുള്ള ആദ്യത്തെ യാത്ര. അവർ മൂന്നാറിലെ മഞ്ഞുമൂടിയ മലനിരകളിലായിരുന്നു. തണുപ്പിനെ പ്രതിരോധിക്കാൻ സിദ്ധാർത്ഥ് അവളെ തന്റെ കോട്ടിനുള്ളിൽ ചേർത്ത് പിടിച്ചു. മീര, നമ്മൾ കടന്നുവന്ന വഴികൾ നീ ഓർക്കുന്നുണ്ടോ? എത്രയോ പ്രതിസന്ധികൾ. പക്ഷേ നിന്റെ സ്നേഹം എന്നെ തളരാതെ കാത്തു. സിദ്ധാർത്ഥ് അവളുടെ തോളിൽ ചുംബിച്ചു. മീര അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. നീ ഉണ്ടായിരുന്നതുകൊണ്ടാണ് സിദ്ധു ഞാൻ ഇന്നും ചിരിക്കുന്നത്. അവിടെ പ്രകൃതിയുടെ മടിത്തട്ടിൽ അവർ തങ്ങളുടെ ഭാവി സ്വപ്നങ്ങൾ നെയ്തു. പരസ്പരം കൈമാറുന്ന ഓരോ ചുംബനത്തിലും ഒരു 100 ജന്മങ്ങളുടെ ആഴമുണ്ടായിരുന്നു. അവർ പ്രണയത്തിന്റെ ലഹരിയിൽ ലോകം മറന്നു. വർഷങ്ങൾ കടന്നുപോയി. സിദ്ധാർത്ഥിന്റെ പിന്തുണയിൽ മീര തന്റെ കഠിനാധ്വാനം തുടർന്നു. അവൾ ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു IAS ഓഫീസറാണ്. സിദ്ധാർത്ഥ് വലിയൊരു IT കമ്പനിയുടെ ഉടമയും. അവർക്ക് 2 മക്കളുണ്ട്, ആര്യനും ദിയയും. തിരക്കുകൾക്കിടയിലും അവർ തങ്ങളുടെ പ്രണയത്തിനായി സമയം കണ്ടെത്തി. എല്ലാ മാസവും അവർ തങ്ങൾ പഠിച്ച ആ പഴയ കോളേജിൽ പോകും. ആ മരച്ചുവട്ടിലിരിക്കും. ഇന്നും നിന്നെ നോക്കുമ്പോൾ എനിക്ക് ആ പഴയ കോളേജ് പെൺകുട്ടിയെയാണ് ഓർമ്മ വരുന്നത് മീര, സിദ്ധാർത്ഥ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ ഇന്നും ആ പഴയ നിഴൽ തന്നെയാ സിദ്ധു. എനിക്ക് തണലേകുന്ന എന്റെ സ്വന്തം നിഴൽ. മീര അവന്റെ തോളിൽ തല ചായ്ച്ചു. അവരുടെ മക്കൾ ഓടിക്കളിക്കുന്നത് നോക്കി അവർ ആ പഴയ ഓർമ്മകളിൽ മുഴുകി. പകയും പ്രതികാരവും ചാരമായി മാറിയ ഇടത്ത് പ്രണയത്തിന്റെ വലിയൊരു വടവൃക്ഷം വളർന്നു പന്തലിച്ചിരുന്നു. മീരയുടെയും സിദ്ധാർത്ഥിന്റെയും വീടിന്റെ പേര് അഗ്നിശലഭം എന്നായിരുന്നു. ആ വീട്ടിൽ സങ്കടത്തിന് സ്ഥാനമില്ലായിരുന്നു. അച്ഛൻ രാഘവൻ തന്റെ കൊച്ചുമക്കളോടൊപ്പം സന്തോഷത്തോടെ കഴിയുന്നു. ഒരു വൈകുന്നേരം എല്ലാവരും മുറ്റത്തിരിക്കുമ്പോൾ സിദ്ധാർത്ഥ് മീരയുടെ കൈപിടിച്ചു പറഞ്ഞു, നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുകയല്ല മീര, ഇതൊരു പുതിയ തുടക്കമാണ്. വരും തലമുറകൾക്ക് സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു തുടക്കം. മീര ആകാശത്തേക്ക് നോക്കി. അവിടെ നക്ഷത്രങ്ങൾ തിളങ്ങുന്നുണ്ടായിരുന്നു. അവൾ പതുക്കെ സിദ്ധാർത്ഥിന്റെ ചെവിയിൽ മന്ത്രിച്ചു, ഐ ലവ് യു സിദ്ധു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. കാറ്റ് പതുക്കെ വീശുന്നു. അവരുടെ പ്രണയം ആ അന്തരീക്ഷത്തിൽ ഒരു സുഗന്ധം പോലെ പടർന്നു. ഇരുട്ടിനെ തോൽപ്പിച്ച് വെളിച്ചം ജയിച്ച കഥയല്ല ഇത്. വിദ്വേഷത്തെ തോൽപ്പിച്ച് പ്രണയം ജയിച്ച കഥയാണ്. മീരയുടെയും സിദ്ധാർത്ഥിന്റെയും പ്രണയകാവ്യം ഇവിടെ മംഗളകരമായി പൂർത്തിയാകുന്നു. പകയുടെ ചാരത്തിൽ നിന്ന് പടുത്തുയർത്തിയ പ്രണയ സാമ്രാജ്യം. മീരയുടെയും സിദ്ധാർത്ഥിന്റെയും മനോഹരമായ ഈ പ്രണയയാത്ര ഇവിടെ പൂർണ്ണമാകുന്നു.
ഏത് വലിയ പ്രതിസന്ധിയെയും പ്രണയം കൊണ്ട് മറികടക്കാം എന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വ്യത്യസ്തമായ കഥകളുമായി ഞങ്ങൾ വീണ്ടും എത്തും. ആ പുതിയ യാത്രയിൽ പങ്കുചേരാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.